അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 4ാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ വാർഷിക പരീക്ഷയുടെ അഹ്കാമത്ത് ജവീദിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 80 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ആക്ടിവിറ്റി, കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1, ചേർത്തി ഓതലാണ് നല്ലത്. ഷില ല, ഏതാണ്? ഷില എന്നാണ് ഉത്തരം. 2, 3 അലിഫിന്റെ ഖദർ നീട്ടൽ നിർബന്ധം. അത്താമ്മ വലയാലിൻ യുഅതീക, ഏതാണ് ഉത്തരം? അത്താമ്മ, മദ്ദുലാസിമാണ്. 3-മത്തത്, ലാ അഅ്ബുദു എന്നതിലെ മദ് മുത്തസില് മുൻഫസില് ആരിൽ, ഏതാണ് ഉത്തരം? മുൻഫസിലാണ്. 4-മത്തത്, നിർത്തൽ അത്യാവശ്യമാണ്. മീമ് ജീമ് സീന്, ഏതാണ് ഉത്തരം? മീമാണ്. 5, ഒരു അലിഫിന്റെ ഖദർ ചുരുക്കലാണ് നല്ലത്. തജ്രിയാൻ ഖുറൈശ് യതഫക്കറൂൻ, ഏതാണ് ഉത്തരം? ഖുറൈശ്. 6, മദ്ദുൽ ലാസിമിൽ കലിമി യാസീൻ അലിഫ് ലാം മീൻ അൽ ഹാഖ, അതാണ് ഉത്തരം? അൽ ഹാഖ. അടുത്ത ആക്ടിവിറ്റി, ചേരുംപടി ചേർക്കുക. 7-മത്തത്, മദ്ദുൽ ലീൻ യതർബി ഹാദൽ ബൈത്ത്. 8, അൽ മദ്ദുൽ ആരിൽ യതർഡി അല്ലമൽ ഖുർആൻ. 9, അൽ മദ്ദുൽ ലാസിമുൽ ഹറഫി ലതറിയ ഐൻ സീൻ ഖാഫ്. 10, അൽ മദ്ദുൽ ലാസിമുൽ കലിമി ലതർഇ വസ്സാഫാത്ത്. 11, അൽ മദ്ദുൽ മുൻഫസിൽ ലതർസി ലാ ഉഖ്സിമു. അടുത്ത ആക്ടിവിറ്റി പൂരിപ്പിക്കുക. 12, മദ്ദുൽ ലീന് 3 അലിഫിന്റെ ഖദർ നീട്ടാം. 13, മദ്ദുൽ ആരിൽ 3 അലിഫിന്റെ ഖദർ നീട്ടലാണ് നല്ലത്. 14, ഖാഫ് എന്നതിലുള്ളത് അൽ മദ്ദുൽ ലാസിം ഹർഫിയാണ്. 15, വലല്ലാലീൻ എന്നതിലുള്ളത് അൽ മദ്ദുൽ ലാസിമിൽ കലിമിയാണ്. 16, ഫീ അംരി എന്നതിൽ അൽ മദ്ദുൽ മുൻഫസിലാണ്. 17, 2 സ്ഥലത്തായിട്ട് 3 ഡോട്ട്, അതിന്റെ അർത്ഥം എന്താ? 2-ൽ ഒരിടത്തെ നിർത്താൻ പാടുള്ളൂ എന്നാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഒറ്റ വാക്ക് ഉത്തരം എഴുതുക. 18-മത്തെ ചോദ്യം, അൽ മദ്ദുൽ ലാസിം എത്ര അലിഫിന്റെ ഖദർ നീട്ടണം? 3 അലിഫ്. ചോദ്യം 19, അൽ മദ്ദുൽ ലാസിമുൽ ഹർഫിന് ഒരു ഉദാഹരണം. 20, യഫ്അലൂൻ എന്നതിലുള്ള മദ്ദിന്റെ പേര് അൽ മദ്ദുൽ ആരിൽ. 21, വസ്സൈഫ് എന്നതിലുള്ള മദ് ഏത്? അൽ മദ്ദുൽ ലീൻ. 22, ലബഹ എന്നതിലുള്ള മദ്ദിന്റെ പേര് എന്താണ്? അൽ മദ്ദുൽ മുതതർരിഫ. 23, ലാ, ഈ ചിഹ്നത്തിന് അർത്ഥം എന്ത്? നിർത്തരുത്. അടുത്ത ആക്ടിവിറ്റി, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം 24, അൽ മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകും എപ്പോൾ? മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിന്റെ ആദ്യാക്ഷരമായ ഹംസ വന്നാൽ. ചോദ്യം 25, ഷദ്ദുൽ അക്ഷരമാകുന്നത് എപ്പോൾ? സുക്കൂനുള്ള ഒരു അക്ഷരവും ഹർക്കത്തുള്ള അക്ഷരവും കൂടിച്ചേരുമ്പോഴാണ് ഷദ്ദുൽ അക്ഷരമായി തീരുന്നത്. 26-മത്തെ ചോദ്യം, ഏതാണ് സ്ഥിരമായ സുക്കൂൻ? ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ്. ചോദ്യം 27, അൽ മദ്ദുൽ ലാസിം ഉണ്ടാകും എപ്പോൾ? മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായി സുക്കൂന് വന്നാൽ. ചോദ്യം 28, ആരിലായ സുക്കൂന് എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വന്നാൽ. ചോദ്യം 29, അൽ മദ്ദുൽ മുതതർരിഫ് എത്ര നീട്ടണം? 1 അലിഫ്.
ചോദ്യം 30. മദ്ദുൽ ലീൻ ഉണ്ടാകും എപ്പോൾ? ലീനക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂന് വന്നാൽ 5 വരിയിൽ കുറയാതെ വിന്യസിക്കുക. 31. അൽ മദ്ദുൽ ലാസിൽ കലിമിൽ ഹർഫി. അത് രണ്ടെണ്ണം തൂർ ചെയ്താനാണ്. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായി സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് അൽ മദ്ദുൽ ലാസിം. ഇത് 3 അലിഫിന്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. ഇങ്ങനെ കലിമത്തുകളിൽ വരുന്ന മദ്ദുകൾക്ക് അൽ മദ്ദുൽ ലാസിമുൽ കലിമിയ്യി എന്നും ഹർഫുകളിൽ വരുന്ന മദ്ദുകൾക്ക് അൽ മദ്ദുൽ ലാസിം ഹർഫി എന്നും പറയുന്നു. 32. അൽ മദ്ദുൽ ഫറഇയുടെ ഇനങ്ങൾ. അൽ മദ്ദുൽ ഫറഇ 5 ഇനങ്ങളാണ്. 1. അൽ മദ്ദുൽ മുത്തസിൽ. 2. അൽ മദ്ദുൽ മുൻഫസിൽ. 3. അൽ മദ്ദുൽ ലാസിം. 4. അൽ മദ്ദുൽ ആരിദ്. 5. മദ്ദുൽ ലീൻ എന്നിങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നന്നായി പഠിക്കാനും പരീക്ഷയിലേക്ക് മാർക്ക് ലഭിക്കാനുമുള്ള ഭാഗ്യം നൽകാൻ ഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.